എം ജയകൃഷ്ണൻ എഴുതിയ തെന്നാലി രാമൻ കഥകൾ എന്ന പുസ്തകത്തിലെ ഒരു കുഞ്ഞു കഥയായ ആകാശത്തെത്ര കാക്കകൾ എന്ന കഥയാണ് ഞാൻ വായിക്കുന്നത്. ആകാശത്തെത്ര കാക്കകൾ. കൃഷ്ണദേവരായർ സഭയിൽ ഒരു കുസൃതി ചോദ്യം ചോദിച്ചു. പണ്ഡിതന്മാരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ നമ്മുടെ രാജ്യത്ത് എത്ര കാക്കകളുണ്ടെന്ന്? സഭയിലുള്ളവരുടെ പ്രായോഗിക ബുദ്ധി പരിശോധിക്കാനാണ് രാജാവ് ഈ ചോദ്യം ഉന്നയിച്ചത്. സഭയിലുള്ളവരെല്ലാം നിശബ്ദരായി. ഇതെന്തൊരു ചോദ്യമാണ്! ആകാശത്തിലൂടെ പറക്കുന്ന കാക്കകളെ ആർക്കെങ്കിലും എണ്ണി തിട്ടപ്പെടുത്താനാകുമോ? രാജാവായതുകൊണ്ട് വിഡ്ഢിച്ചോദ്യം എന്ന് പറഞ്ഞ് പരിഹസിക്കാനും കഴിയില്ലല്ലോ. മഹാരാജാവെ, 2 ദിവസം എനിക്ക് തരികയാണെങ്കിൽ ഈ രാജ്യത്തുള്ള കാക്കകളെ മുഴുവൻ എണ്ണി തിട്ടപ്പെടുത്തി തരാം. തെന്നാലി രാമൻ മുന്നോട്ട് വന്നു. രാജാവ് സമ്മതിച്ചു. സഭാവാസികൾ പരസ്പരം നോക്കി പിറുപിറുത്തു. ബുദ്ധിമാനായ തെന്നാലി രാമനും കിളി പോയോ? കാക്കകളെ എണ്ണി തിട്ടപ്പെടുത്താൻ ആകാശം നോക്കി നടക്കുന്ന തെന്നാലി രാമനെ പറ്റി ഓർത്തപ്പോൾ ചിലർക്കെല്ലാം ചിരി വന്നു. 3-ാം ദിവസം സഭ കൂടി. മഹാരാജാവെ, കാക്കകളെ എണ്ണി തിട്ടപ്പെടുത്തൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എങ്കിലും ഞാൻ കൃത്യമായി കണ്ടുപിടിച്ചു. നമ്മുടെ രാജ്യത്ത് 1,24,521 കാക്കകളാണുള്ളത്. അങ്ങേക്ക് ഈ കണക്കിൽ വല്ല സംശയവും ഉണ്ടെങ്കിൽ അങ്ങ് തന്നെ എണ്ണി നോക്ക്. ഞാൻ പറഞ്ഞത് കൃത്യ എണ്ണമാണെന്ന് മനസ്സിലാകും. രാമൻ പറഞ്ഞ കണക്കിൽ കുറവോ കൂടുതലോ ഉണ്ടായാലോ? രാജാവ് സംശയം ഉന്നയിച്ചു. കാക്കകളുടെ എണ്ണം കുറവാണെങ്കിൽ കാക്കകൾ അയൽ രാജ്യങ്ങളിലുള്ള അവരുടെ കുടുംബ വീടുകളിൽ വിരുന്നിന് പോയതാണെന്ന് ഉറപ്പിക്കാം. കാക്കകളുടെ എണ്ണം കൂടിയാൽ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള കാക്കകൾ നമ്മുടെ രാജ്യത്തേക്ക് അവരുടെ കുടുംബക്കാരെ കാണാൻ വന്നതാണെന്നും ഉറപ്പിക്കാം. മനുഷ്യർക്ക് മാത്രമല്ലല്ലോ കുടുംബക്കാരും കൂട്ടുകാരുമുള്ളത്. രാമന്റെ മറുപടിയിൽ രാജാവിൽ പൊട്ടിച്ചിരി ഉയർത്തി. എത്ര നിസ്സാരമായാണ് രാമൻ തന്റെ കുസൃതിയെ മറ്റൊരു കുസൃതി കൊണ്ട് മറികടന്നത്. രാമന് രാജാവിന്റെ വക പൊൻകിഴി കിട്ടി എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നന്ദി.